ഒക്ടോബർ മാസം. ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതിനകത്ത്. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. അവരുടെ കയ്യില് നമുക്ക് വേണ്ടി ചർച്ച പണിയുന്ന ഈ മനുഷ്യന് വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ ഡിസംബർ മാസത്തെ വരുമാനം മുഴുവൻ, ശമ്പളം മുഴുവൻ അദ്ദേഹത്തെ എത്തിക്കാം. ഞാൻ ഒരു ചലഞ്ച് ചെയ്യുകയാണ്. എത്ര കോടിയാ വേണ്ടിയേ? ഇനി ചർച്ചിന് ഏകദേശം 8 കോടി രൂപ. 8 കോടി രൂപ. Churches in London, call the countries. I can't. The countries. In India, around 400 about churches, and 400 churches in India. India and Dubai, Middle East, UAE 8 churches, Kuwait 3 churches, and Bahrain 1 church, Australia 3 churches, and Canada 2 churches, USA 3 churches, and Italy, Rome also. Italy, Rome. You're trying to remember. and Jerusalem, Ben Yehuda Street, we have the church in Jerusalem, Israel. That the Lord will begin to speak to you in strange measures. Pick him up in strange dimensions. You will hear the voice of God. Bigger crusades, bigger encounter, bigger manifestation. Fresh in the. ഈ ദിവസങ്ങളിൽ നമ്മുടെ കൊട്ടാരക്കരക്കാരൻ ടിനു ജോർജിൻ്റെ ചില വികൃതികളും ചില പണം ഉണ്ടാക്കാനായിട്ട് നടത്തുന്ന ചില ചെപ്പടി വിദ്യകളും കൊണ്ട് മുഖരിതമായിരിക്കുകയാണ് നമ്മുടെ ക്രൈസ്തവ ലോകം. ഇദ്ദേഹത്തിൻ്റെ ഒരു തമാശ ഞാനൊന്ന് നിങ്ങളോട് പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ഇദ്ദേഹം പ്രസംഗിക്കാൻ വന്നു. വയനാട്ടിൽ പ്രസംഗിച്ച് അന്ന് വൈകിട്ട് പറഞ്ഞു, നാളെ നിങ്ങൾ ഒരു ശവം, ഒരു ഡെഡ് ബോഡി കൊണ്ടുവരണം, പ്രാർത്ഥിച്ച് ഉയർപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ആളുകൾ ചുമ്മാ തമാശ പറഞ്ഞായിരിക്കും, ആവേശം മൂത്ത് പറഞ്ഞായിരിക്കും എന്ന് വിചാരിച്ച് ആരും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി. ചിലർ വിശ്വസിച്ചവരുണ്ടായിരിക്കാം, ഞാൻ നിഷേധിക്കുന്നില്ല. 2-ാം ദിവസം പുള്ളി ചോദിച്ചു, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു ഡെഡ് ബോഡി കൊണ്ടുവരൂ, നിങ്ങൾ പ്രാർത്ഥിച്ച് ഉയർപ്പിക്കാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, എന്തിയേ ശവം എന്നായി അടുത്ത ചോദ്യം. അപ്പോൾ ആളുകളെല്ലാം പ്ലാൻ ചെയ്തെന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കണ്ണാടി കൂട്ടിനകത്ത് ആസിഡിനകത്തിട്ടിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അതിനെ വർണ്ണത്തിന് പൊക്കിക്കൊണ്ട് വരാൻ ചിലർ പ്ലാൻ ചെയ്തെന്നാണ് അവിടെ ചില ആളുകൾ എന്നോട് പറഞ്ഞത്. അടുത്ത ദിവസം പ്ലാൻ ചെയ്തൊക്കെ കൊണ്ടുവരാൻ എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പുള്ളി കൺവെൻഷൻ നിർത്തി അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് മലയിറങ്ങി താഴേക്ക് ഇങ്ങി പോന്നു. ഈ കാലത്ത് വളരെ വിശ്വാസികളെ അങ്കലാപ്പിലാക്കുകയും സത്യവേദ പുസ്തകത്തിൽ നിന്ന് അകത്തിക്കളയുകയും ചെയ്യുന്ന വ്യാജന്മാരുടെ ഒരു കളിയാട്ടം നടക്കുകയാണ് ഇന്ന് കേരളത്തിൽ. സത്യത്തിൽ ഏറ്റവും അധികം നമ്മൾ പ്രയാസപ്പെടുന്നത് പെന്തിക്കോസ്ത് സഭകളാണ്. എന്താണ് ഈ പെന്തിക്കോസ്ത് സഭകളും ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ തങ്കു സഭകൾക്കും ഈ ടിനുവിൻ്റെ സഭകൾക്കും നമ്മുടെ താരു ഇസത്തിനും നമ്മുടെ ഡാമിയൻ ഇസത്തിനും ഒന്നും തന്നെ ഈ പെന്തിക്കോസുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് ഒരാൾക്കൂട്ടമാണ്. ഇവർ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു, മക്കൾക്ക് വിദേശത്ത് പോകാൻ, പണം ഉണ്ടാക്കാൻ, നല്ല കാറ് കിട്ടും, വീട് കിട്ടുമെന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ഇവരൊരു മാസ്മരിക ലോകത്തിൽ വിശ്വാസികളെ എത്തിച്ച് അവരുടെ പണം പിടുങ്ങുന്ന ഒരു പണം തട്ടിപ്പ് സംഘമാണ് ഈ സംഘം. അത് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. പെന്തിക്കോസ്ത് സഭകളിൽ രാഷ്ട്രീയമുണ്ട്, അവിടെ അപജയം സംഭവിച്ചിട്ടുണ്ട്, അവിടെയും അനാത്മീയതയുണ്ട്, ജീർണതയുണ്ട്, ഇതൊക്കെ നമുക്കറിയാവുന്ന വസ്തുതയാണ്. പക്ഷെ പെന്തക്കോസ്ത് സഭകൾ നിൽക്കുന്നത് വേദപുസ്തക ഉപദേശങ്ങളുടെ അടിത്തറയിലാണ് നിൽക്കുന്നത്. മനുഷ്യൻ്റെ ചില പോരായ്മകളുടെ ദൂഷ്യവശങ്ങൾ ഈ പെന്തക്കോസ്ത് സഭകളുണ്ട്, മോശമായ പ്രവർത്തനമുണ്ട്, നിഷേധിക്കുന്നില്ല. പക്ഷെങ്കിൽ ഈ സഭകളെല്ലാം നിലനിൽക്കുന്നത് അടിസ്ഥാന വേദോപദേശങ്ങളിലാണ്. മറ്റൊന്ന്, ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ് ഓഫ് കേരളയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സൊസൈറ്റിയോ ട്രസ്റ്റായിട്ടോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്താണ് സഭകൾ നടക്കുന്നത്. അതുകൊണ്ടാണ് സഭയ്ക്ക് കൃത്യമായി കണക്ക് കൊടുക്കണം,
അതുപോലെ തെരഞ്ഞെടുപ്പ് നടത്തണം. അങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങൾ ജനാധിപത്യ ഭരണവ്യവസ്ഥ അനുസരിച്ച് പെന്തക്കോസ്ത് സഭകൾ ചെയ്യുന്നത്. അവിടെ ഇലക്ഷൻ ഉണ്ട്, അവിടെ അങ്ങ് സഭയ്ക്ക് വോട്ടുണ്ട്, വിശ്വാസികൾക്ക് വോട്ടുണ്ട്, പാസ്റ്റർമാർക്ക് വോട്ടുണ്ട്. ആ സഭ വോട്ട് ചെയ്താണ് ഒരാളെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. അവിടെ ഏകാംഗ നാടകക്കളികളൊന്നുമില്ല, കുടുംബവാഴ്ചകളൊന്നും ഇല്ല. മക്കളൊക്കെ ചിലപ്പം അധികാരത്തിൽ വന്നെന്ന് വരാം, അത് വോട്ട് കിട്ടി വരുന്നതാണ്. അപ്പോൾ ഇത് പെന്തക്കോസ്ത് സഭ എന്ന് പറയുന്നത് വേദോപദേശത്തിൽ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു സഭയാണ്. കത്തോലിക്ക സഭയോ ജാക്കോബൈറ്റ് സഭയോ മർത്തോമാ സഭയോ പോലെയുള്ള ഒരു സഭയാണ്. പക്ഷെ ഉപദേശങ്ങളിൽ വ്യത്യാസമുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടന എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് ബോഡി, ഗവൺമെൻറ് ഓഫ് കേരളയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രജിസ്റ്റേർഡ് ബോഡിയാണ് ഈ പെന്തക്കോസ്ത് സഭകൾ. അതിനൊരു ഭരണ സംവിധാനമുണ്ട്, ഒരു അച്ചടക്കമുണ്ട്, ഒരു സിസ്റ്റമുണ്ട്, ഒരു ഉപദേശം ഉണ്ട്. അതുകൊണ്ടാണ് അതിനകത്ത് മദ്യപിക്കുന്നവരെ പുറത്താക്കാൻ സഭ തയ്യാറാകുന്നത്. അതായത് ഒരു ഘടനയിൽ, ഒരു സ്ട്രക്ചറിൽ, ഒരു ചട്ടക്കൂടിലാണ് പെന്തക്കോസ്ത് സഭ നിലനിന്ന് പോകുന്നത്. എന്നാൽ ഇവരങ്ങനെയൊന്നുമല്ല. ഇവരെല്ലാം ദൈവങ്ങളാണ്, കുട്ടി ദൈവങ്ങളാണ്. ഇവർ പറയുന്നതാണ് ജനങ്ങൾ കേൾക്കുന്നത്. ജനങ്ങൾ സത്യം പറഞ്ഞാൽ ദൈവവചനത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അവർക്ക് രക്ഷ എന്താണെന്ന് അറിഞ്ഞുകൂടാ, യേശുക്രിസ്തു എന്തൊരു കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് അറിയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരാകപ്പാടെ ഇവർ പറഞ്ഞു പഠിപ്പിച്ച് അനുഗ്രഹം, പ്രോസ്പെരിറ്റി അതാണ് ഇവരുടെ ഏക പ്രസംഗത്തിൻ്റെ കാതലായ വിഷയം. ഇതാണ് ദൈവവചനത്തെക്കുറിച്ചോ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചോ കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചോ ഒന്നും തന്നെ യാതൊരു ബോധ്യവും ഇവരുടെ വിശ്വാസികൾക്കില്ല. ഇവരിൽ നിന്ന് പണം പിടുങ്ങാനായിട്ട് എന്നിൽ വിശ്വസിച്ചാൽ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. ഈ അനുഗ്രഹത്തിൻ്റെ ഒറ്റ പ്രസംഗമല്ല, മറ്റൊന്നും തന്നെ ഇവരുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് പണം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ശപിക്കുന്നത്. എത്ര ക്രൂരമായ ഒരു പദപ്രയോഗമാണ് അവിടെ ചെയ്യുന്നത്. നിന്റെ അനുഗ്രഹങ്ങൾ ഞാൻ തടസ്സപ്പെടുത്തും. ഇയാളെ ദൈവമാണ് ഇയാളെ തടസ്സപ്പെടുത്താനായിട്ട്. ഇയാളൊരു മനുഷ്യനല്ലേ, ഇയാൾ അമാനുഷിക ശക്തി വല്ല ഈ മനുഷ്യനുണ്ടോ? ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച്, ദൈവത്തിൻ്റെ കൃപ കൊണ്ടല്ലേ പ്രസംഗവും ശുശ്രൂഷകളും നടത്തുന്നത്. ഇത് സ്വന്തം ശക്തിയും സ്വന്തം കഴിവും പണം പിടുങ്ങാനുള്ള സ്വന്തമായി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള കൃത്രിമ ബുദ്ധികളും പദങ്ങളും ഒക്കെ പറഞ്ഞ ആളുകളെ വരട്ടി പണം പിടുങ്ങാനുള്ള പരിപാടിയാണ് ഇവിടെ ടിനു ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് പെന്തക്കോസ്ത് സഭകൾ തിരിച്ചറിയണം. പെന്തക്കോസ്ത് സഭയുമായിട്ട് ഈ ടിനു തുടങ്ങിയിട്ടുള്ള തങ്കു സഭകൾക്കൊന്നും ഒരു ബന്ധവുമില്ല. പക്ഷെ നാട്ടുകാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇതെല്ലാം പെന്തക്കോസ്ത് സഭകളാണ് എന്നാണ് ധാരണ. ഇത് പെന്തക്കോസ്ത് സഭ ഒരു ആൾക്കൂട്ടമാണ്. ഓരോ വ്യക്തികളുടെ നേതൃത്വത്തിൽ അവിടെയായി രൂപപ്പെടുത്തി എടുത്തിരിക്കുന്ന ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു രീതിയാണ്. പെന്തക്കോസ്തിനെ ഇമിറ്റേറ്റ് ചെയ്തിരിക്കുകയാണ്. പെന്തക്കോസ്ത് സഭകളെയും വിശ്വാസത്തിൻ്റെ പ്രസംഗങ്ങളെയും അവർ അത് കോപ്പി അടിച്ചിട്ട് ഇതാണ് പെന്തക്കോസ്ത്, ഞങ്ങളും പെന്തക്കോസ്ത് എന്ന് പറയുകയാണ്. വാസ്തവത്തിൽ പെന്തക്കോസ്ത് സഭകൾക്ക് ഇത് യാതൊരു ബന്ധവുമില്ല. ഇത് പെന്തക്കോസ്തുകാരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു രീതിയാണ് ഈ ന്യൂ ജനറേഷൻ, ഈ വ്യാജന്മാരെല്ലാം കൂടി ചെയ്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കൊറോണയുടെ കാലത്ത് ടിനു പ്രവചിച്ചെന്ന് നമുക്കറിയാം. 2020 അനുഗ്രഹ വർഷമായി പോകട്ടെ, അടഞ്ഞു കിടക്കുന്ന കടകളെല്ലാം തുറക്കുന്നു, വ്യാപാര സ്ഥാപനങ്ങളെല്ലാം നിങ്ങൾ തുറക്കുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ഒരു കീച്ച് അവസാനം കൊറോണ വന്നെല്ലാം ചത്തടിഞ്ഞു, ഭക്ഷണമില്ലാതായി, വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ മേലാതായി, മതവും ദൈവവും പള്ളിയും ഈശ്വരനും അമ്പലവും പൂജാരിയും മുക്രിയൊന്നും ഇല്ലാതെ മനുഷ്യർ എങ്ങനെ ജീവിക്കാം എന്ന് സ്വന്തം അനുഭവത്തിൽ തെളിയിച്ച ഒരു കാലഘട്ടമായിരുന്നു. മനുഷ്യർ തെളിയിച്ചൊരു കാലഘട്ടമായിരുന്നത്. ആരുമില്ലായിരുന്നു നോക്കാനും പിടിക്കാനും ഒന്നും. അതിനു മുമ്പ് ഇയാളുടെ പ്രവചനം നടത്തി നമുക്കറിയാം. കൊറോണ പണ്ടാരടങ്ങ് ഇയാളുടെ പ്രവചനം കഴിഞ്ഞപ്പോഴത്തേക്കും ആകെപ്പാടെ കുളമായി. അനുഗ്രഹം 2020 വാരിച്ചോരി വരുന്നെന്ന് പറഞ്ഞ് കൊറോണ നമ്മളെ തകർത്തടിച്ചു. എത്രയോ ആളുകൾ, എത്രയോ ലക്ഷം ആളുകൾ മരിച്ചു. നമ്മുടെ സഹോദരന്മാർ കേരളത്തിൽ തന്നെ എത്ര പേര് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. എത്ര ഭീകരമായൊരു അന്തരീക്ഷമാണ് ഉണ്ടായത്. ഇവർ പ്രയോഗിച്ചത് എന്തുവാ? അപ്പം ഇത് മുഴുവൻ വലിയ തട്ടിപ്പാണ്. വിശ്വാസികളെ ഇത് നമ്മുടെ പെന്തക്കോസ്തുകാർ പ്രത്യേകം തയ്യാറാക്കണം. ഇതിലൊന്നും നമ്മൾ കുലുങ്ങരുത്. പെന്തക്കോസ്ത് സഭയ്ക്കുമായിട്ടൊരു ബന്ധവുമില്ല. ഇതൊരാൾക്കൂട്ട ഒരു പ്രസ്ഥാനമാണ് എന്ന് മാത്രം നമ്മൾ ഇതേക്കുറിച്ച് തിരിച്ചറിഞ്ഞാൽ മതി. പിന്നെ ഇപ്പോൾ പള്ളി പണിയാനായിട്ട് 8 കോടി പുള്ളിക്ക് വേണം, അതാണ് വിഷയം. അപ്പോൾ പുള്ളി ഒരു മഹാൻ വന്ന് 1 രൂപ കൊടുത്ത സംഭാവന, 1 രൂപ സംഭാവന, എന്തോ ഒരു തട്ടിപ്പാന്ന് നോക്കിക്കോണം. എന്തൊരു അഭ്യാസമാണ്. 1 രൂപ സംഭാവന കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ സഭക്കാരിൽ ഓരോ രൂപ വെച്ചും കൊടുത്താൽ മതിയല്ലോ. ഈ 1 രൂപയുടെ പരിപാടി വേറെയും പലത് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒരു മഹാൻ വയനാട്ടിലെ മീനാക്ഷി എസ്റ്റേറ്റ്, മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് മീനാക്ഷി എസ്റ്റേറ്റ്. നമുക്കറിയാം കാപ്പിത്തോട്ടം. ആ കാപ്പിത്തോട്ടത്തിൽ ബോയിങ് ഇറക്കാനായിട്ട് അവിടെ ഒരുത്തം കൊണ്ടുവന്ന് 1 രൂപ കുഴിച്ചിട്ടു. 2 സഹോദരന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. അതുപോലെ തന്നെ ആ പട്ടണത്തിൽ
കോഴിക്കോട് പട്ടണത്തിൽ ഒരു വീട് വാടകയ്ക്ക് കിട്ടാതെ വന്നപ്പോൾ അവിടെ കൊണ്ടുവന്ന് അധികാരം ഈ വീട് കാനഡക്കാരുടെ വീടോ മറ്റാണെന്ന് ഞാൻ കേട്ടത്. ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ ചോദിച്ചപ്പോഴത്തേ അവർ കൊടുക്കില്ലെന്ന് പറഞ്ഞു. ഉടനെ തന്നെ 1 രൂപ തൊട്ട് അവിടെ ഒരു മാന്തി അങ്ങോട്ട് ഇട്ട് അവിടെ അങ്ങോട്ട് പ്രാർത്ഥിച്ച് അവകാശം പറഞ്ഞു. വല്ലവൻ്റെ വീട് കഷ്ടപ്പെട്ട് വെച്ച വീട് അത് നമുക്ക് വാടകയ്ക്ക് തന്നില്ല എന്ന കാരണത്താൽ അവൻ മുടിഞ്ഞു പൊട്ടുന്നോ അത് മേടിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ 1 രൂപ തൊട്ട് കുടിച്ചിട്ട് ഒരു പ്രാർത്ഥന നടത്തി. അപ്പോൾ ഇവർക്കെല്ലാം ഇതെല്ലാം ഇവരുടെ കോമൺ രീതിയാണ്. ഈ ആളുകളെല്ലാം കേരളത്തിലെ ന്യൂ ജനറേഷൻ കൾട്ട് ഗ്രൂപ്പിൽപ്പെട്ട ഈ വ്യാജ യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി അത്ഭുതങ്ങൾ നടത്തി ഈ പണം തട്ടിപ്പിടിക്കുന്ന ഇവരുടെ എല്ലാം ഇവർക്കൊരു അസോസിയേഷനും ഉണ്ട്, ഒരു സംഘടനയൊക്കെ ഉണ്ടെന്ന് എൻ്റെ അറിവ്. ഇവരുടെ എല്ലാം പ്രചരണങ്ങൾ പ്രസംഗങ്ങൾ ഇതെല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇതിനകത്തില്ല. ഈ ബാംഗ്ലൂരിലും കൊണ്ടല്ലോ കുറേ കുഞ്ഞാടികൾ കക്കുക്കാളായ വീഞ്ഞാക്കി മാറ്റുന്നവരുണ്ട്, അവിടെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നവരുണ്ട്, പല പരിപാടികൾ നടത്തുന്ന ആളുകളെല്ലാം ബാംഗ്ലൂരിലുണ്ട്. അവിടെ നിന്നാണ് ഈ കേരളത്തിലേക്ക് ഇതിൻ്റെ ഇറക്കുമതി എല്ലാം വന്നിരിക്കുന്നത്. പണം ഉണ്ടാകാൻ മതത്തെ എങ്ങനെയൊക്കെ ദുരുപയോഗപ്പെടുത്താം എന്നൊരു തെളിവാണ് ടിനുവും തൻ്റെ സഹ അസോസിയേഷനിൽപ്പെട്ട കേരളത്തിലെ ഈ വ്യാജ ഉപദേശിമാരും എല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈബിളുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. രക്ഷിക്കപ്പെട്ടവരാണെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. ഞങ്ങൾ പോകുന്നു, ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, പ്രാർത്ഥിച്ച് സ്വോത്രാഴ്ച ഇട്ട് കഴിഞ്ഞാൽ 10 ഇരട്ടിയായിട്ട് 1000 ഇരട്ടിയായിട്ട് തിരിച്ചിങ്ങോട്ട് ദൈവം കൊടുക്കുമെന്നാണ് ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള സ്വോത്രാഴ്ചയിൽ ഇങ്ങോട്ട് നിങ്ങൾക്കുള്ള ദൈവം തരും. ഞാൻ നിങ്ങൾ തരുന്ന സ്വോത്ര കാഴ്ച മണിമന്ദിരങ്ങൾ വെച്ച് മുന്തിയതരം കാറുകൾ ഉപയോഗിച്ച് ജീവിച്ചോളാം എന്നാണ് ഇവർ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ഫാൻസ് അസോസിയേഷൻ്റെ ഒരു ഫാൻസ് അസോസിയേഷൻ ഇതിനകത്തുണ്ട്. ഇത് സ്വയം വിഗ്രഹമായി മാറി സ്വയപ്രശംസ നടത്തി ഞാൻ എന്തോ സംഭവമാണ്, ഞാൻ അത്ഭുതം നടത്തുന്നു, ഞാൻ ക്യാൻസർ രോഗം നടത്തുന്നു, ഒരു മണ്ണാങ്കട്ടി നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഇതെല്ലാം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവരെ ഫാൻസ് ആക്കി മാറ്റുകയാണ്, ഇവരെ ആരാധകരാക്കി ഇവരെ അങ്ങ് മാറ്റുകയാണ്. സ്വയം അവർ തന്നെ ആരാധകരായി അങ്ങ് മാറുകയാണ്. അതിന് ഓശാന പാടാൻ കുറേ ആളുകൾ ഇവരുടെ കൂടെ ഉണ്ട്. ഇവരുടെ കൂടെ ആളുകളും പെശക കേട്ടെ, ഇവർ അത്യാവശ്യം വന്ന് ഇവർ തല്ലിയും പിടിക്കുകയും ചെയ്യുന്ന പാർട്ടികളാണ്. ഇവരുടെ കൂടെ ഗുണ്ടകളായിട്ട് നടക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. അതും വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെ ദുഃഖവും പ്രയാസവും വിശ്വാസികളെ അങ്കലാപ്പിലാക്കുകയും കേരളത്തിലെ പെന്തിക്കോസ് സമൂഹത്തെ നാണം കെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവരെല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പെന്തിക്കോസ് അല്ല, പെന്തിക്കോസ്ത് സഭയാണെന്ന് ആരെങ്കിലും ഇത് പറഞ്ഞാൽ അതിനെ നമ്മൾ ഖണ്ഡിക്കണം. ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊരാൾക്കൂട്ടമാണ്, വ്യാജ സംഘടനയാണ്. ഉണർവ് ഇത് പെന്തിക്കോസ്ത് അനുകരിച്ചിട്ട് കൃത്രിമ ഉണർവ് ഉണ്ടാക്കി ഇവർ നടത്തുന്ന ചില പുത്തൻ പ്രതിഭാസങ്ങളാണ്. ഇതുമായിട്ടൊന്നും നമുക്ക് യാതൊരു ബന്ധമില്ല എന്ന് തന്നെ നമ്മൾ ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥരാണ്. ഒരു പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഗവൺമെൻറ്റിനെ പോലും ഇത് ബോധ്യപ്പെടുത്തണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഇത് പെന്തിക്കോസ് സഭകളുടെ ഭാഗമല്ലിത്. ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ തട്ടിപ്പുണ്ട്. അവിടെ ഇത് ഈ അത്ഭുതങ്ങൾ നടന്നു, അത് നടന്നു, ഇത് നടന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണങ്ങൾ യൂട്യൂബിൽ നടക്കാറുണ്ട്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. പണ്ട് കെനിയയിൽ ദാനി ലക്കച്ചിക്വ എന്ന് പറയുന്നൊരു മനുഷ്യൻ മരിച്ച് ശവപ്പെട്ടിയിൽ വെച്ചു. അവർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ സ്ത്രീ വിശ്വസിച്ചുവെന്നും അവസാനം 4 ദിവസം കഴിഞ്ഞപ്പോൾ ബെൻഹിനും റേനാൾഡ് ബോങ്കയും ആരണ്ടെല്ലാം കൂടെ പോയി പ്രാർത്ഥിച്ചു, 4-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കൊറിയൻ പത്രത്തിൽ വന്നു എന്ന് പറഞ്ഞ് നെറ്റി വന്നിട്ട് ഞങ്ങളിത് എടുത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഒടുക്കുവാണ് അതിൻ്റെ അബദ്ധം മനസ്സിലാകുന്നത്. പിന്നെ നമ്മൾ തെറ്റിദ്ധരുത്തുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം വൻ തട്ടിപ്പാണ്. വലിയ ബിസിനസ്സാണ് ഇവർ നടത്തുന്നത്. സൂപ്പർ മാർക്കറ്റുകൾ, പ്ലെയിൻ സർവീസുകൾ, റിയൽ എസ്റ്റേറ്റ്, ഇതൊന്നും അല്ല. ഇതൊക്കെ വേണം ജീവിക്കാൻ, ഇതൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിർമ്മലമായ സുവിശേഷം സത്യസന്ധമായ ജഗത്തോട് പറയാനുള്ളൊരു ബാധ്യത ഉണ്ടായിരിക്കണം. അത് ഇവർ പഠിക്കണം. ഇവർക്കത് അറിയില്ല. രക്ഷ എന്താണെന്ന് അറിയില്ല, വിശ്വാസ ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൂടാ, വീണ്ടെടുപ്പ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, കർത്താവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ചുള്ളൊരു ബോധ്യം ഇവർക്കില്ല. ഒന്നും അറിയാൻ വയ്യാതെ ഒരു തട്ടിപ്പ് സംഘമായി അധപ്പതിച്ചിട്ട് ഇതിനെ ഭീഷണിയിലേക്ക് കൊണ്ടുപോകുന്നത്, ഇതിനെ നാണംകേട് മുഴുവൻ അനുഭവിക്കുന്നത് പെന്തിക്കോസുകാരാണ് എന്ന് പറയാനാണ് ഈ സമയം നിങ്ങളോട് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് പെന്തിക്കോസ് സഭ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. പറയുന്നവരോട് തീർത്ത് പറയണം, ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളുടെ സഭയുമല്ല, ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് തലകൂരി നമ്മുടെ മാനം കാക്കാൻ തന്നെ നമ്മൾ തയ്യാറാകണം. അതല്ല ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇനി വലിയ കഥകൾ ഇവരെക്കുറിച്ചൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആർക്കും തീർക്കാൻ വയ്യാത്ത വലിയ അനർത്ഥങ്ങളും വലിയ സംഭവവാസങ്ങളും ജീവിതത്തിൽ നടക്കാൻ പോകാനുണ്ട്. കള്ളത്തരങ്ങൾ പലതും വെളിയിൽ വരാൻ പോവുകയാണ്. ഇത് അതുകൊണ്ട് വളരെ ജാഗരൂകരായി
പെന്തിക്കോസ്ത് വിശ്വാസികൾ ഇരിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്.